ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പ്രത്യേക തരം ഒരു കാര്യമാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ നാടറിയാലോ, കാസർഗോഡാണ്. കാസർഗോഡ് നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഫുള്ളി ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഐഡിയ വന്നതാണ്. കസിൻ ചേട്ടൻ്റെ അടുത്ത് പോകുമ്പോൾ, നിഷാദ് എന്നാണ് പേര്. അപ്പോൾ കസിൻ ചേട്ടൻ പറഞ്ഞു നമുക്കിന്ന് രാത്രി ഒന്ന് ചില്ല് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഡബിൾ ഓക്കെ. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ടൗണിൽ പോയി പെട്ടെന്ന് കുറേ ഫിഷും അതുപോലെ തന്നെ ചിക്കനും അതുപോലെ തന്നെ കുറേ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒന്ന് നിഷാദേട്ടൻ നല്ല കുക്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു നൈറ്റ് എന്നുള്ളത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ എൻ്റെ മോളും ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. ഏതായാലും ഇതാണ് നിഷാദേട്ടൻ്റെ വീട് കേട്ടോ. വരും. അങ്ങനെ നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് തേങ്ങ ചിരകുകയാണ് കേട്ടോ നിഷാദേട്ടൻ. അപ്പോൾ ആ സമയത്ത് ഇത് മാനസയാണ്, അതുപോലെ കുട്ടികളെല്ലാവരും കൂടെ പേരക്കയൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് തരുന്നുണ്ട്. അപ്പോൾ സൂത്രപരമായിട്ട് ഞാൻ വലിയ പേരക്ക ഞാൻ എടുത്തിട്ട് ചെറിയ പേരക്ക കുട്ടികൾക്ക് കൊടുത്തു. എങ്ങനെയുണ്ട്? അതെ, നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന പോലെയല്ല, നല്ല പേരക്കയാണ് കേട്ടോ. അത് വീട്ടിൽ തന്നെ ഉണ്ടായതാകുമ്പോൾ അറിയാമല്ലോ, വിഷവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അവരും ഭയങ്കര ഹാപ്പിയാണ്. അവർ ഈ ഒരു പേരക്ക മാത്രമൊന്നുമല്ല കേട്ടോ, അവരൊരുപാട് തിന്നിട്ടാണ് എനിക്ക് പിന്നെ കൊണ്ടു തരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വലിയതെടുത്ത് കയ്യിൽ പിടിച്ചത്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്നൊക്കെ ഉണ്ട്. ഇതാണ് നിഷാദേട്ടൻ. നിഷാദേട്ടൻ അങ്ങനെ പുറത്തേക്ക് വരികയാണ്. നിഷാദേട്ടൻ്റെ അമ്മേനോടൊക്കെ സംസാരിച്ച് പിന്നെ അടുത്തതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഫിഷാണ് കേട്ടോ. നല്ല പൊരിക്കുന്ന, നല്ല അതിൻ്റെയൊക്കെ എന്താ പറയുക, മണമൊക്കെ അത് കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ എന്നോട് പറയുകയാണ് വെറുതെ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ ആക്കാൻ കൂടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നല്ലേ നിങ്ങൾ നോക്കണേ. എനിക്ക് പാചകം ചെയ്യാനൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. അത് മാത്രമല്ല, ഞാൻ ഈ ഫിഷും ചിക്കനൊന്നും അത്ര ഇഷ്ടമില്ല കൂട്ടത്തിലല്ല. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന കാണുമ്പോൾ എന്തായാലും ഞാൻ ഇന്ന് കഴിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കേട്ടോ. ഞാൻ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കണേ. അങ്ങനെ കരിമീൻ ഫ്രൈ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ എന്താ പറഞ്ഞാൽ ജിജ്ഞാസയോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ ഒരു പൊടിക്കൈയാണ് കേട്ടോ നിഷാദേട്ടൻ്റെ. ഇതെന്ത് പൊടിയെന്നൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, ഓൾറെഡി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം അത് ചെയ്യുന്നതൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഞാനിതൊക്കെ നോക്കിക്കൊണ്ട് സൈഡിൽ തന്നെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. അപ്പം ഇത് എല്ലാറ്റിനും ഹെൽപ്പറായിട്ട് ഞാനുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് നിഷാദേട്ടൻ്റെ വൈഫും കൂടെ ഉണ്ട് കേട്ടോ, ദിവ്യ. അപ്പോൾ ദിവ്യ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് വരുന്നുള്ളൂ. കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വരൂ കേട്ടോ. ഇത് ഫിഷ് കറിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പുഴമീനാണ്. ഇത് ദിവ്യയാണ് മൊത്തമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങൾക്കറിയാമല്ലോ
നമ്മളുടെ മെയിൻ വിഭവം ഗ്രിൽഡ് ചിക്കൻ. അപ്പോൾ ഗ്രിൽഡ് ചിക്കന് വേണ്ടിയിട്ട് എല്ലാം കുട്ടികളും എല്ലാവരും ഇതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്, ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര സർപ്രൈസാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം നോക്കാം, നമുക്ക് എങ്ങനെ ഇരിക്കുന്നു കാണാമല്ലോ. അങ്ങനെ അതിൻ്റെതൊക്കെ കൂട്ടൊക്കെ ആക്കിയിട്ട് മാറ്റി വച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദിവ്യേനെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ദിവ്യ ഭയങ്കര സ്പീഡായിട്ടാണ് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കണം. അപ്പം ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് ഹെൽപ്പറായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒന്നും ആവശ്യമില്ല. ദിവ്യ ഭയങ്കര സ്പീഡായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യണേ. കാരണം നിഷാദേട്ടൻ വർക്ക് ചെയ്യുന്നിടത്തു നിന്നൊക്കെ ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്തെ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്കാരിക്ക്. കറിക്കൊക്കെ ഇങ്ങനെ മുറിക്കുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ, നല്ല സ്പീഡായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോളൊക്കെ കയറി വരുന്നുണ്ട്. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും ദോശയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഫ്രൈ ഉള്ളത് മാത്രം പോരാന്ന് വിചാരിച്ചിട്ടാണ്, ഒരു ചാറ് കറിയും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഇത് ഉണ്ടാക്കണേ. നല്ല ഫ്രഷായിട്ടുള്ള പുഴമീനാണ്. അപ്പോൾ നമുക്ക് മുറിക്കുമ്പോഴൊന്നും ഒരു മോശം സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഫ്രഷായിട്ടുള്ള സാധനം മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അത് മുറിക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കുന്നത് കാണാനും അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് കറി കൂട്ടാനുള്ള ഒരു ടേസ്റ്റ് ഇപ്പോഴേ വായിൽ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കൂടെ, കാരണം ഞങ്ങൾ കുറേ ആളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ കറിയുടെ ചാറ് ഇത്ര മതിയോന്ന്. അപ്പോൾ ദിവ്യ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും ഒരുപാട് വെള്ളമാവുമ്പോൾ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കണേ. ശരിക്കും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇത് ഭയങ്കര ആകാംക്ഷയോടുകൂടി ഞാൻ കാത്തു നിൽക്കുന്ന സംഭവമാണ്. കാരണം ഞാൻ ഇതുവരെ ഇത് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നിഷാദേട്ടൻ പറയായിരുന്നു ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന് മുന്നേ ഇച്ചിരി വേവിച്ചിട്ട് ഗ്രില്ല് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ഓരോന്നും ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അത് ഞാനിങ്ങനെ ആകാംക്ഷയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന പോലെ അല്ലല്ലോ, വീട്ടിലത് ഉണ്ടാക്കുമ്പോൾ അത് കാണാനൊക്കെ ഒരു രസം വേറെയാണ്. പിന്നെ ഞാൻ ദോശ ചുടാനുള്ള പ്രിപ്പറേഷൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ദോശയ്ക്ക് നമുക്ക് മാവ് വേണമല്ലോ. അപ്പോൾ അരി കഴുകി അരച്ചു കൊടുത്തു. നല്ല നീറ്റായിട്ട് എന്താ റൗണ്ടൊക്കെ നല്ല കറക്റ്റായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ഞാൻ ദോശ ചുടുമ്പോൾ ഇങ്ങനെ റൗണ്ടൊന്നും കറക്റ്റ് വരാറില്ല കേട്ടോ. ഈ ദോശ മറ്റേ ഉഴുന്ന് കൂട്ടിയ ദോശയാണെങ്കിൽ ഓക്കെയാണ്. ഗ്രില്ല് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഈ രാത്രി സമയത്തൊക്കെ ഫാമിലിയിൽ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട്. നമ്മളിത് ചെയ്യുമ്പോൾ ഒന്ന് മാറി നിൽക്കുന്നു, അവരൊക്കെ സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. എല്ലാവരും ഉണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇത് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണനും ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ കണ്ണനും ഓടി വന്ന് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നോട്ട്. അതായത് ചെയ്യുന്നതൊക്കെ നിഷാദേട്ടനൊക്കെയാണ്, ഞങ്ങളൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മൾ ആ ഒരു സമയത്ത് പാട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്ത് ദിവ്യനോട് പറഞ്ഞിട്ട് ദിവ്യ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ദിവ്യക്ക് അങ്ങനെ അത്ര വലിയ ഡാൻസ് കളിക്കുന്നതിനോട് ഇൻട്രസ്റ്റ് എല്ലാം തോന്നുന്നു. ബാക്കി നമ്മളെല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു, കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കിയത് കേട്ടോ. അപ്പം ആദ്യത്തെ സെക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഒരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ. നമ്മളിത് കഴിക്കണമെന്നൊന്നുമില്ല, നമ്മളിങ്ങനെയൊക്കെ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കുക, തമാശ പറയുക, അത് അതിൻ്റെ ഇടയിലേ കൂടി നടക്കുന്ന ചെറിയൊരു കലാപരിപാടിയാണ് ഇത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. പനങ്കള്ള് എന്ന് പറയും. ഇത് നാട്ടിൽ നിന്ന് പ്രത്യേകം നിഷാദേട്ടൻ പറഞ്ഞ് വരുത്തിച്ചത് സംഭവം കേട്ടോ. അപ്പോൾ പനങ്കള്ളൊക്കെ കുട്ടികളും എല്ലാവരും ഇച്ചിരി ആയിട്ട് കുടിച്ചു കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കി ഈ ഫുഡ് ദോശ, പൊറോട്ട വിത്ത് ഇത്രയും ഫിഷ് ഇനങ്ങൾ, ചിക്കൻ എല്ലാം കൂടെ എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മളത് പുറത്തുനിന്ന് കഴിക്കുന്ന പോലെയല്ല, വീട്ടിൽ നിന്നുള്ള ഒരു സുഖം. എല്ലാവരും പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. നിഷാദേട്ടനോടും ദിവ്യനോടും ഒക്കെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടാണ് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കൂടെ നിഷാദേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഉണ്ണിയേട്ടൻ. നമ്മൾക്ക് മുന്നേ അറിയുന്നതാണ്. ഉണ്ണിയേട്ടൻ നന്നായിട്ട് പാട്ടൊക്കെ പാടും കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാട്ട് പാടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ട് പരിപാടിയാണ് കേട്ടോ. അവിടെ വിളിക്കുന്ന വ്യത്യാസം മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ മാറുലഞ്ഞു താമരപ്പൂ മുട്ടുപൂ അല്ലാതെ എടുത്തല്ലേ ഇപ്പൊ കാതരേ നിൻ മാറുലഞ്ഞു താമരപ്പൂ മുട്ടുപോൽ കൽപ്പടവേറി നിൽപ്പതെന്തേ നീ ഏതു ലൗകിക സൗന്ദര്യ ദേവത, നീ ഏതു ശില്പിയെ തേടുന്ന ചാരുത, പൊയ്കയിൽ കുളിർ പൊയ്കയിൽ കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെപ്പോ വെറുമന്യനെപ്പോ. സൂപ്പർ. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ, ഐ മീൻ യു, അല്ലേ? നമ്മൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ടുന്നതാ. അജ്ഞാതനാം സഹയാത്രികൻ എൻ്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു. നാം അറിയാതെ നാം കൈമാറിയില്ലെത്ര മോഹങ്ങൾ നൊമ്പരങ്ങൾ. നീരനടയില്ല തിരിയിട്ടു കൊളുത്തിയ ആയിരം വിളക്കുകൾ എരിയും നമ്പരനടയിൽ. പിന്നെന്താ? തൊഴുതു വലം വച്ച് തുളസി കതിർ വച്ച് കളഭമണിയൊന്നു പൂനിലാവ്, കളഭമണിയൊന്നു പൂനിലാവ്.
അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മളുടെ വെക്കേഷൻ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു തീമുമായിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ ബൈ.